ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രിലേക്ക് താങ്കൾക്ക് സ്വാഗതം. സൺഡേ റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ പാസ്റ്റിലെ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസിലൂടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ താങ്കളുടെ പുതിയ സ്കിൽസ് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു എന്നുള്ളതാണ്. അടുത്ത പ്രസൻറ്റിലെ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഈ 8 ഓഫ് വാൺസ് നൽകുന്ന സൂചനയും താങ്കൾ നേടിയെടുത്ത സ്കിൽ ഉപയോഗിച്ച് അത് ചിലപ്പോൾ കരിയർ റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളതാവാം. ആ മേഖലയിലേക്കുള്ള ഒരു പ്രയാണത്തിനുള്ളൊരു തയ്യാറെടുപ്പാണ്. അതൊരു വിദേശവാസമായിരിക്കാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ സ്വന്തം താമസ സ്ഥലത്ത് നിന്നും കുറച്ച് അകലെയായിട്ടുള്ള ഒരു പ്രയാണമാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റിൽ ഈ വാരം ചിലപ്പോൾ അത് താങ്കളിലേക്ക് എത്താൻ സാധ്യത. അടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കരിയറിനായിട്ട് 3 ഓഫ് വാൺസ് ആണ്. 3 ഓഫ് വാൺസ് പറയുന്നത് തൊഴിലിൽ പരമായി താങ്കളുടെ അഭിലാഷ പൂർത്തീകരണം, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളൊരു സാധ്യതയാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ താങ്കളെ അറിയിക്കുന്നത്. തന്ത്രപരമായി കാര്യങ്ങളെ ആസൂത്രണം ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കുവാനാണ് താങ്കൾക്ക് ഈ കാർഡിലൂടെ കിട്ടുന്ന നിർദ്ദേശം. അടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫിനാൻസിനായിട്ട് ദ എംപറർ എന്ന കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ ധനപരമായിട്ടുള്ള വിനിമയങ്ങൾ ഉത്തരവാദിത്തത്തോടെ നടത്തുക എന്നുള്ളതാണ്. ആവേശകരമായ വാങ്ങലുകൾ അതൊക്കെ ഒഴിവാക്കി ധനത്തെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ കാർഡ് നൽകുന്ന സൂചന. അടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദ ഡെവിൾ എന്ന കാർഡാണ് ഫാമിലിയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡെവിൾ നൽകുന്നത് ഒരു വാണിംഗ് പോലെയാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അനാരോഗ്യകരമായ ചുറ്റുപാടുകൾ കുടുംബത്തിൽ വന്നു ചേരാൻ ശ്രദ്ധിച്ച് താങ്കൾ മുന്നോട്ട് പോകേണ്ടതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യത വരാനുണ്ട്. അതിനെ നോക്കുക. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഒഴിവാക്കുക. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് താങ്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാരം. ഗ്രോത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 5 ഓഫ് വാൺസ് ആണ്. അപ്പോൾ അതായത് ചുറ്റുപാടും തർക്കങ്ങളോ അത് തൊഴിലിടങ്ങളിലായാലും സാമൂഹ്യമായിട്ടായാലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലായാലും തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി ചെന്ന് ചാടാതെ എല്ലാത്തിനും ഒരു അതിർത്തി വരമ്പ് സ്വീകരിക്കുക. വിജയത്തിലേക്കുള്ള പാത മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് വളരെ നല്ലൊരു കാർഡാണ് തന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് ആണ്. താങ്കളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നു. സമാധാനം, സന്തോഷം, സംതൃപ്തി ഇതെല്ലാം ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ്. അതായത് പരിശ്രമത്തിൻ്റെ ഫലം താങ്കളിലേക്ക് എത്തും എന്നാണ് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് 9 ഓഫ് കപ്സിലൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ചേർന്നിട്ടുള്ള എല്ലാ വെല്ലുവിളികളും നേരിട്ട് പുതിയൊരു ലക്ഷ്യപ്രാപ്തിയിലെത്തി സന്തോഷവും സമാധാനവും ഈ വാരം കൈവരിക്കാൻ സാധിക്കും. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.